പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജേതാവാകാം നേതാവാകാൻ മോൻസി വർഗീസ് എഴുതിയ ഒരു പുസ്തകമാണ്. ഏകദേശം 128 പേജുകളുടെ ഈ പുസ്തകം 22 അധ്യായങ്ങളായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ നമ്മൾ ചിന്താരീതി, പോസിറ്റീവ് മൈൻഡ് സെറ്റ്, നമ്മൾ കാര്യങ്ങൾ എങ്ങനെ നീക്കിക്കൊണ്ട് പോവാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ ലളിതമായിട്ട് ആർക്കും ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ്. വളരെ നീട്ടിപ്പരത്തി പറയാതെ കാര്യങ്ങൾ വളരെ സ്വാംശീകരിച്ച് എന്നാൽ അതിൻ്റെ സത്ത പോവാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഈ പുസ്തകം ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് അധ്യായം ആരാണ് യഥാർത്ഥ വിജയി. ഒരു യഥാർത്ഥ വിജയി കുറേ സമ്പത്തുണ്ടാവുക എന്നുള്ളവനല്ല, മറിച്ച് യഥാർത്ഥ വിജയി ആരാണെന്നുള്ളത് വളരെ ഓരോരുത്തരുടെയും അഭിരുചിയും അവൻ്റെ പാഷനും അവൻ്റെ ജീവിത സാഹചര്യം അനുസരിച്ചാണ് ഓരോരുത്തരുടെയും വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ വിജയി ആവണമെങ്കിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ ആ തീരുമാനം എടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം. പിന്നെ നമ്മളെ വെല്ലുവിളികൾ സ്വാഭാവികമാണ്. വിജയത്തിൻ്റെ പാതയിൽ വെല്ലുവിളികളുണ്ടാവും. ആ വെല്ലുവിളികൾ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൽ, ആ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നതിന് മനോഹരമായിട്ടൊരു വാക്കുണ്ട്. നമ്മുടെ മുന്നിലുള്ള വഴി ഏത് എന്നല്ല, നമ്മൾ പോകുന്നതാണ് വഴി എന്ന് ഒരു മനോഹരമായ ഒരു വാചകം. നമ്മൾ ഏത് വഴിയിലൂടെ പോകുന്നു എന്നതല്ല, നമ്മൾ പോകുന്നതാണ് നമ്മുടെ വഴി. അപ്പോൾ നമുക്കുള്ള വഴികൾ നമ്മൾ വെട്ടിത്തെളിയിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ, അതായത് നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ, ഒരു നാളേക്ക് മാറ്റി വെക്കുന്നതിൻ്റെ നഷ്ടങ്ങളും അതിൻ്റെ പരാജയത്തിൻ്റെ അതിൻ്റെ കാരണങ്ങൾ അതെന്തൊക്കെയുണ്ട് അതൊക്കെ പറയുന്നു. പിന്നെ നമ്മൾ എത്ര വിജയിച്ചാലും നമുക്ക് പലപ്പോഴും വലിയ വിജയപ്രാപ്തികൾ അവൻ സെൽഫിഷ് ആവുന്നൊരു സാഹചര്യം വരാറുണ്ട്. അതല്ല, നമ്മളെപ്പോഴും ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ എത്ര വിജയിയാണെങ്കിലും എത്ര സമ്പത്തുള്ളവനാണെങ്കിലും എത്ര സന്തോഷമുള്ളവനാണ്, നമുക്ക് സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ സമൂഹത്തിന് നമ്മൾ നൽകേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ലീഡറായാൽ എന്തൊക്കെ ചെയ്യണം, നമ്മളെ സൗഹൃദ ബന്ധങ്ങൾ, പിന്നെ കമ്മ്യൂണിക്കേഷൻ, പ്രസംഗകല, പിന്നെ പുതിയ ചിന്തകൾ, പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണം, പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് മാറി ചിന്തിക്കാൻ പുതിയ പാതയങ്ങൾ, പുതിയ തീരങ്ങൾ, പുതിയ കരകൾ, പുതിയ ഇടങ്ങൾ തേടി പോവാൻ നമ്മളെ സേഫ് സോണുകൾ നമ്മളെ തളർത്തുന്നു. സേഫ് സോണിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് പുതിയ തീരങ്ങൾ തേടി പോകാൻ മടി ഉണ്ടാകുന്നു. ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് പുസ്തകത്തിൽ. പിന്നെ ടൈറ്റാനിക്, അമിത കോൺഫിഡൻസ്, അഹങ്കാരം പോലുള്ള ടൈറ്റാനിക് തകർന്നതിനുള്ള കാരണം അമിത കോൺഫിഡൻസും ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യാതിരുന്നതും ഒക്കെ അദ്ദേഹം ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. അതായത് ടൈറ്റാനിക്കിൽ ആ മഞ്ഞുമലയിൽ തട്ടുന്നതിന് മുമ്പ് 6 തവണ അവർക്ക് സിഗ്നൽ ലഭിച്ചു മുന്നിൽ അപകടമുണ്ട് എന്നുള്ളത്. അത് പരിഗണിക്കാതെ മറ്റു അവിടുത്തെ ആഡംബര കാര്യങ്ങൾ പരിഗണിച്ച് തൻ്റെ അഹങ്കാരത്തോടു കൂടെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു കപ്പലാണ്, ഇതൊരിക്കലും തകരില്ല എന്ന് അഹംഭാവത്തിൻ്റെ ഗർവ് നടിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് അത് തകർന്നു എന്നൊക്കെ ഉദാഹരണത്തിലൂടെ പറയുന്നു. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് അംബേദ്കറിൻ്റെ ജീവിതം പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം ഒരു കിയാള ദളിത് അധസ്ഥി വിഭാഗത്തിൽ ജനിച്ച് ലോകത്തിൻ്റെ വലിയ ഉന്നതിയിൽ പ്രധാനപ്പെട്ട ലൈബ്രറി ലണ്ടൻ മ്യൂസിയത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച 3 ആളുടെ പേര് പറയുന്നത്, 1 കാർൽ മാർക്സും, 2 റസലും, 3 അംബേദ്കറും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വായനാ തൃഷ്ണം, അറിവിനോടുള്ള പ്രേമം, അംബേദ്കറെക്കുറിച്ച് ഐൻസ്റ്റീന് പറഞ്ഞതും, പിന്നെ അങ്ങനെ മഹാന്മാരായ ആളുകളൊക്കെ നമ്മളെ ഇന്ത്യക്കാരനായ അംബേദ്കറെക്കുറിച്ച്, കിയാള ജാതിക്കാരനായ അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത വിജയങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും വായിക്കാൻ പറ്റിയ ചെറിയ എന്നാൽ സിമ്പിളായ വലിയ കാര്യങ്ങളല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നെ നമ്മുടെ വിജയത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്ന
ഒരു മനോഹരമായ പുസ്തകമാണ് മോൻസി വർഗീസിൻ്റെ നേതാവാകാം ചേതാവാകാം എന്നുള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ വായിക്കുക. നമ്മുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. നല്ല വിജയിയാകാൻ എല്ലാവിധ വിജയാശംസകളും നേരുന്നു.